ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ഉരുളൻകിഴങ്ങും 2 ക്യാരറ്റും എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം കേട്ടോ. ക്യാബേജ് എടുക്കാം, ബീൻസ് എടുക്കാം, സവോള വേണമെന്നുണ്ടെങ്കിൽ സവോളയൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഉരുളൻകിഴങ്ങും ക്യാരറ്റും മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഉരുളൻകിഴങ്ങ് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ഇച്ചിരി തണുത്ത വെള്ളത്തിലൊന്ന് കഴുകി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിതിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞാനിതിപ്പോൾ നേരിട്ട് തന്നെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമുക്കിത് ആദ്യം ഈ ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഈ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളൻകിഴങ്ങും ക്യാരറ്റും ഒന്ന് ഇട്ട് കൊടുത്ത് ഒരു നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് പിന്നെ ഉടനെ അതൊന്ന് ഊറ്റി വയ്ക്കണം. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും മതി. ഒത്തിരി അങ്ങ് നമുക്ക് വേവിച്ചെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാനതൊന്ന് വെള്ളം ഊറ്റാനായിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിട്ട് വറന്ന് പോട്ടെ. അപ്പോൾ ആ നേരം ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പം 4 മുട്ട നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും വെവ്വേറെ ആയിട്ടൊന്ന് വേർതിരിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ബൗൾ എടുത്തിട്ടുണ്ട്. ഒന്നിനകത്ത് മുട്ടയുടെ മഞ്ഞയും ഒന്നിനകത്ത് മുട്ടയുടെ വെള്ളയുമാണ് എടുക്കുന്നത്. അപ്പോൾ മുട്ടയുടെ മഞ്ഞ ഞാൻ വേർതിരിക്കുന്നത് ഞാൻ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. നമുക്ക് പല മെത്തേഡുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇച്ചിരി എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ള കാര്യം ചെയ്യണം. അപ്പോൾ ആദ്യം ഇതുപോലത്തെ ഒരു അരിപ്പ പോലത്തെ ഒരു നമ്മൾ വറുക്കുമ്പൊക്കെ എടുക്കുന്ന ഒരു സ്റ്റീലിൻ്റെ ഒരു കയ്യിലാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് അതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും മുട്ടയുടെ മഞ്ഞ വളരെ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് വരാം. അപ്പോൾ മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഇവിടെ 2 ബൗളിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ വെള്ളമൊക്കെ വാലാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഉരുളൻകിഴങ്ങ് ക്യാരറ്റിൻ്റെ ആവശ്യമുള്ള മിക്സ് നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മൾ നേരത്തെ എടുത്തതിൽ നിന്നുള്ള കുറച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ബാക്കി ഇത് കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് അന്നേരം ഉണ്ടാക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഇപ്പോൾ 4 മുട്ടയ്ക്കുള്ളത് കാണിക്കാം. അപ്പോൾ ഈ ഒരു ക്യാരറ്റിൻ്റെയും പൊട്ടറ്റോൻ്റെയും കൂടെ ഞാൻ അല്പം കുരുമുളക്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നതല്ല, നമ്മൾ മാറ്റി സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള ഇതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. നമ്മുടെ ഒരു മുട്ടയുടെ വെള്ള നമ്മൾ ഒഴിക്കുന്ന ബേസ് എന്ന് പറയുന്ന മുട്ടയുടെ ബേസ് നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സവോള വേണമെന്നുണ്ടെങ്കിൽ സവോള ആഡ് ചെയ്ത് കൊടുക്കാം, ക്യാബേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ അല്പം പച്ചമുളക് ചേർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് കറിവേപ്പില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒരു ഇന്നതെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാൻ അല്പം പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ചുള്ള പച്ചമുളകാണ്. അപ്പോൾ ഒന്നും കൂടെ ഞാനൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. എത്ര നന്നായിട്ട് നിങ്ങൾ അടിക്കുന്നോ അത്രയും നല്ല നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും നമ്മുടെ ഈ ഒരു മുട്ടയുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഞാൻ ഇത്രയും അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. ഞാനിവിടെ ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ആകത്തക്ക രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയുടെ ബേസ്, പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുള്ള ബേസ് ഞാനിവിടെ ഇഡ്ഡലിത്തട്ട് കോരി, നമ്മൾ ഇഡ്ഡലിക്കൊക്കെ കോരി ഒഴിക്കുന്ന ഒരു കയ്യിലുണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ഈ ഒരു പാത്രത്തിൽ ഒരെണ്ണം ഇപ്പോൾ കാണിക്കാം, നിങ്ങൾക്ക് കുറച്ചൊന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഞാൻ 3-4 എണ്ണമൊക്കെ ഒരുമിച്ചാണ് ഉണ്ടാക്കുക, അതും ഞാൻ കാണിക്കാം കേട്ടോ.
അപ്പോൾ ഇതാ ആദ്യം നമുക്കിതൊന്ന് ഒഴിക്കാം. ഇതൊന്ന് ഒഴിച്ച് ഇതൊരു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ഈ ഒരു ബേസ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നടുക്ക് ഇച്ചിരി ഒന്ന് ഇതുപോലെ സ്പൂണിലൊന്ന് സ്ഥലം ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതാ നമുക്ക് മുട്ടയുടെ മഞ്ഞ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഉണ്ണി എന്നൊക്കെ പറയത്തില്ലേ, ആ മുട്ടയുടെ മഞ്ഞ ഇതാ ഞാൻ സെൻറ്ററിൽ തന്നെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇത് കാണാനൊക്കെ ഒരു ഭംഗിയും നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു ബുൾസൈ ആയിട്ടൊന്നും നമുക്ക് പറയില്ല, പക്ഷേ മുട്ടയുടെ ആ ഒരു പുറമേ ഭാഗമൊക്കെ നല്ല സ്പോഞ്ച് പോലെയും അകം മുട്ടയുടെ മഞ്ഞ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊക്കെ കാണുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്, ഭംഗിയുമാണ്. ഇനി ഇതിനകത്തോട്ട് ആ മുട്ടയുടെ മഞ്ഞയിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സാധാരണ മുട്ട തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നത് പോലെ തന്നെ വളരെ ഇച്ചിരി ഒന്ന് സൂക്ഷിച്ച് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ ഒരു പുറം കൂടെ വെന്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം. ഇതാ നമ്മുടെ മുട്ട ഇവിടെ റെഡിയാണ് കേട്ടോ. കണ്ടോ, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ രുചിയാണ്, നല്ല സ്പോഞ്ച് പോലെയാണ്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനിനി ഇവിടെ ഒരു ചട്ടിയിൽ 3 എണ്ണൊക്കെ വെച്ച് ഒന്ന് ചുട്ടെടുക്കുന്നത് കാണിക്കാം. അപ്പോൾ ഞാനിവിടെ ആ മുട്ടയുടെ ഉണ്ണി സ്പൂൺ കൊണ്ട് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 1-2 മുട്ടയുടെ ഉണ്ണി പൊട്ടിപ്പോയായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് കാണിക്കാം കേട്ടോ. കാരണം അത് നമുക്ക് കളയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ചില സമയത്ത് ഫ്ലോപ്പായി വരും. അപ്പോൾ അതുകൊണ്ട് മുട്ടയുടെ മഞ്ഞ നല്ല ഭംഗിയിൽ തന്നെ സൂക്ഷിച്ച് തന്നെ എടുക്കാൻ നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നതാ മുട്ടയുടെ ഉണ്ണി ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് ഇതിൽ നിന്ന് സ്പൂൺ കൊണ്ട് കോരി ഇച്ചിരി ഒന്ന് നടുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈവനിങ്ങിന് ഒരു നമുക്ക് ഈ ഒരു ഭക്ഷണമൊക്കെ സ്കിപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്ന് ഇടനേരമൊക്കെ ഒന്ന് ഫില്ലാവാൻ വേണ്ടി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുട്ടയൊക്കെ ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ അല്പം മല്ലിയിലയോ കറിവേപ്പിലയോ, ഞാനിന്നിപ്പോൾ അല്പം സ്പ്രിംഗ് ഓണിയനാണ് ഒന്ന് ഇട്ട് കൊടുക്കുന്നത്, കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ സ്പ്രിംഗ് ഓണിയനും ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് ഒരു നല്ലൊരു രുചിയാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയനോ സാലറിയും കൂടെ ഒന്ന് ഇട്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറും ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കാണാൻ ഭംഗി, കഴിക്കാൻ അതിലേറെ രുചിയുള്ള ഒരു സൂപ്പർ റെസിപ്പിയാണ്. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.